ഹായ് മക്കളെ, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദി പരിഷ്കരിച്ച പാഠപുസ്തകത്തിൻ്റെ സെക്കൻഡ് ടേമിലേക്കുള്ള ഒരു സാമ്പിൾ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. സമഗ്ര പ്ലസ് തയ്യാറാക്കിയിട്ടുള്ള ഈ ചോദ്യപേപ്പർ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കണം. നിയമങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് പല ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗതിവിധി നമ്മൾ നിർബന്ധമായും എഴുതണം. 2 മുതൽ 6 വരെ 5 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലെ 4 നമ്മൾ നിർബന്ധമായും എഴുതണം. ഇവിടെ ഒരു സൂചന തന്നിരിക്കുന്നത് നോക്കാം. സൂചന ഖണ്ഡ് പഠേം ഓർ ഉത്തർ ലിഖേം. ഈ താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങളുടെ ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാസേജ് വായിക്കാം. ഏക് ദിൻ ജംഗൽ മേ സഭി ജാൻവർ ഏക് സാത്ത് മിൽക്കർ ഖേൽ രഹേ ഥേ. ഒരിക്കൽ ഒരു ദിവസം വനത്തിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി കളിക്കുകയായിരുന്നു. ജംഗൽ കാ നയ രാജ ചുനിനെ കാ ഖേൽ ഥാ. വനത്തിലെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന കളിയായിരുന്നു അത്. ബന്ദർ പേട് സേ ചൂൽത്തേ ഹുയേ. കുരങ്ങ് മരത്തിലൂടെ ആടിക്കൊണ്ട് പറഞ്ഞു, ചൂൽത്തേ ഹുയേ ഷേർ കെ പാസ് ഗയ. സിംഹത്തിൻ്റെ അടുക്കലെത്തി. ഔർ ബോല. എന്നിട്ട് പറഞ്ഞു, ദൗഡ് പ്രതിയോഗിതാമേം. ഓട്ട മത്സരത്തിൽ ജോ ജീത്തേഗ. ആരായിരിക്കുമോ ജയിക്കുന്നത്, വ അയാള് ജംഗൽ കാ നയ രാജാ ബനേഗ. വനത്തിലെ പുതിയ രാജാവായി മാറും. പ്രതിയോഗിതാമേം മത്സരത്തിൽ ഹാത്തി ആന സബ്സെ തേസ് ദൗഡ. വളരെ വേഗത്തിൽ ഓടി. അവർ ജീത്തുകയ. അത് ജയിക്കുകയും ചെയ്തു. ഹാത്തി ജംഗൽ കാ നയ രാജാ ബൻ ഗയ. അങ്ങനെ ആന വനത്തിലെ പുതിയ രാജാവായി മാറി. അവർ സഫീ ജാൻവർ. എല്ലാ മൃഗങ്ങളും ഉസ്കാ ആനയെ അതിനെ ആദർ കർണേ ലഗേ. ബഹുമാനിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഒന്നാമത്തത്, ജംഗൽ മേം സഭീ ജാൻവർ ക്യാ കർ രഹേ ഥേ. വനത്തിൽ എല്ലാ മൃഗങ്ങളും എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ രണ്ടാമത് കിടക്കുന്നതാണ് ശരി ഉത്തരം. ഖേൽ രഹേ ഥേ. കളിക്കുകയായിരുന്നു. ഇനി അടുത്ത ചോദ്യം, കോൻ പേട് പർ ചൂൽ രഹാഥ. അതാരായിരുന്നു ആടിയത്? ബന്ദർ. മൂന്നാമത് കിടക്കുന്ന ബന്ദറാണ്. മൂന്നാമത്തെ ചോദ്യം, നയാ രാജ ചുന്നെ കേലിയെ. പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോൻസി പ്രതിയോഗിത ചലായി. ഏത് മത്സരമായിരുന്നു നടന്നിരുന്നത്? അത് രണ്ടാമത് കിടക്കുന്ന ദൗഡ് പ്രതിയോഗിത, ഓട്ടമത്സരമായിരുന്നു നടത്തിയിരുന്നത്. അടുത്ത ചോദ്യം, പ്രതിയോഗിതാമേം മത്സരത്തിൽ കോൻ ജീത്തുകയ. ആരായിരുന്നു ജയിച്ചത്? മൂന്നാമത് കിടക്കുന്ന ഹാത്തി, ആനയാണ് ജയിച്ചത്. ഇനി അടുത്ത ചോദ്യം, സഹീ പ്രസ്താവ് ചുൻകർലിക്കേം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം അതിലെ ഒരു 4 കൊടുത്തിട്ടുണ്ട്. അത് സഭീ ജാൻവർ നയേ രാജാക്ക അനാദർ കർണേലകെ. എല്ലാവരും എല്ലാ മൃഗങ്ങളും രാജാവിനെ അനാദരവ് കാണിക്കാൻ തുടങ്ങി. അത് തെറ്റാണ്. രണ്ടാമത്തതോ, സഭീ ജാൻവർ എല്ലാ മൃഗങ്ങളും നയേ രാജാക്ക ആദർ കർണേലകെ. എല്ലാവരും പുതിയ രാജാവിനെ ആദരിക്കാൻ തുടങ്ങി, ബഹുമാനിക്കാൻ തുടങ്ങി. അത് ശരിയാണ്. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പം നമ്മൾ ഓർക്കണം, ഈ ഗതിവിധി അല്ലെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ പൂർണ്ണമായും എഴുതേണ്ടതാണ്. കൃത്യമായും അത് എഴുതണം. അടുത്ത ഗതിവിധി 2 ആണ്. അത് എന്താണ് സൂചന?
കവിതാംശ് പടുക്കർ സഹി മിലാൻ കരയും. താഴെ തന്നിരിക്കുന്ന കവിതാംശം വായിച്ച് ശരിയായിട്ടുള്ളത് ചേർത്തെഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് പരിചയമുള്ള കവിതയാണ്. ഹവാ ധൂലുക്കോ ചേട് കെ ഭാഗി സോത്തി ധൂൾ അചാനക് ജാഗി ഉടി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂൾ കെ നീച്ചെ. അപ്പം നമുക്ക് പരിചയമുണ്ട്. ഞാൻ ആൻസർ പെട്ടെന്ന് പറയാം. ഉടി ഹവാ കെ, ഉടി ഹവാ കെ മൂന്നാമത്തെ വരിയിൽ കിടക്കുന്നു. എന്താണ്? പീച്ചേ പീച്ചേ. രണ്ടാമത് കിടക്കുന്ന എന്താണ്? ഹവാ ഹോ ഗയി, ഹവാ ഹോ ഗയി ഏറ്റവും അടിയിൽ കിടക്കുന്നതാണ്. ധൂൾ കെ നീച്ചേ. എന്താണ്? കാറ്റ് ഈ പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി. ഉറങ്ങിക്കിടന്ന ആ പൊടി എന്ത് ചെയ്തു? പെട്ടെന്ന് ഉണരുകയും ആ കാറ്റിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. അങ്ങനെ കാറ്റ് പൊടിയുടെ അടിയിലായിപ്പോയി. ഇതായിരുന്നു സംഭവം. ഇനി മൂന്നാമത് കിടക്കുന്ന എന്താണ്? സോത്തീ ധൂള്. അത് രണ്ടാമത് കിടക്കുന്നതാണ് ശരി. എന്താണ്? സോത്തീ സൂത് രണ്ടാമത്തെ വരിയിലാണ്. ധൂള് അചാനക് ജാഗി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അടുത്ത സൂചന ധൂള് കെ ബദലേ ഖടാ ജോഡ്കർ കവിത ലിഖി. നമ്മൾ കവിത ഇനി വേറെ ചില വാക്കുകൾ ചേർത്ത് നമ്മൾ കവിത എഴുതുകയാണ്. ലഗാ ധൂള് കോ കുച്ച് ഹേ ഗഡ്ബഡ്. അതെന്തായി? ആ ധൂള് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചേർത്താൽ മാത്രം മതി? ഖട എന്ന് ചേർത്താൽ മാത്രം മതി. അപ്പോൾ ആ ഖട എന്ന് ചേർക്കുമ്പോൾ എങ്ങനെ വരും? ലഗാ ഖട കോ കുച്ച് ഹേ ഗഡ്ബഡ്. അടുത്ത എന്താണ് പറഞ്ഞത്? ധൂട് ചപ്പ് സേ നീച്ചേ ആയി. അപ്പോൾ അത് എങ്ങനെയാണ്? അവിടെയും നമ്മൾ ധൂളെന്ന് ആദ്യം കിടക്കുന്നിടത്ത് എന്ത് ചെയ്യണം? ഖട എന്നാക്കണം. ഖടാ ചപ്പ് സേ നീച്ചേ ആയി. അടുത്തത് മൂന്നാമത്തെ ഗതിവിധിയാണ്. എന്താണ്? സഹി മിലാൻ കരയും. ശരിയായിട്ടുള്ളത് ചേർത്ത് എഴുതാനാണ്. നമുക്ക് പരിചയമുള്ള കുറേ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ചിത്രങ്ങളുടെ പേര് കറക്റ്റായിട്ട് ആ ജീവികളുടെ പേര് എഴുതാനാണ്. അപ്പോൾ ആദ്യം കിടക്കുന്നത് എന്താണ്? ഒരു അണ്ണാനാണ്. അണ്ണാന് പറയുന്ന പേര് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ബന്ദർ എന്നാണ്. അതല്ല, പിന്നെന്താണ്? ഗിൽഹരിയാണ്. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ആ കറുത്ത മഷിയിൽ കൊടുത്തിരിക്കുന്നതാണ് ചോദ്യത്തിൽ ഉള്ളത്. അപ്പോൾ അതെന്താണ്? രണ്ടാമത് കിടക്കുന്നത് ഒരു പക്ഷിയുടെ പടമാണ്. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് തിത്തലി എന്നാണ്. തിത്തലി തെറ്റാണ്. പിന്നെ ആരാണ് ശരി? ചിടിയായാണ് ശരി. അടുത്ത മൂന്നാമത് കിടക്കുന്നത് എന്താണ്? കേങ്കടയാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗിൽഹരിയാണ്. അടുത്തതോ അതിന് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ചിടിയായാണ്. അത് ശരിക്കുള്ളതാണ്. ചിത്രശലഭം എന്താണ് പറയുന്നത്? തിത്തലിയാണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നത് കേങ്കട ഞണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതാരുടെ പടമാണ്? ബന്ദറിൻ്റെ പടമാണ്, കുരങ്ങിൻ്റെ പടമാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ശരിയാക്കി എഴുതണം. അടുത്തത് ഗതിവിധി 4 അതെന്താണ് സൂചന പറയുന്നത്? പേട് ലഗായേം ഹരിയാലി ഫൈലായേം. വൃക്ഷം നടാം, നമുക്ക് പച്ചപ്പ് വ്യാപിപ്പിക്കാം. സന്ദേശ് ജോഡ്കർ. ഈ സന്ദേശം ചേർത്ത് പോസ്റ്റർ തയ്യാർ കരയും. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പേജിൽ തന്നെ വേണം. അതായത് 2 പേജിലായിട്ട് ഒരിക്കലും പോസ്റ്റർ തയ്യാറാക്കരുത്. നമ്മൾ എഴുതി വരുമ്പോൾ ആ പേജിൻ്റെ അവസാനമായി പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരു പേജിലായിരിക്കണം പോസ്റ്റർ എഴുതുന്നത്. ഇനി അതല്ല, നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ ഒരു ബോർഡറൊക്കെ കൊടുത്ത് വരച്ച് എഴുതാനുള്ള സ്ഥലം ഉണ്ട് എങ്കിൽ നമുക്കവിടെ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് വേണ്ടി നമ്മൾ പോസ്റ്റർ തയ്യാറാക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ എന്താണ് അവിടെ നടക്കുന്നത്, അപ്പോൾ അവിടെ എന്തെങ്കിലും ഉദ്ഘാടനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങളോ ഇങ്ങനെയൊക്കെയുള്ളതിന് വേണ്ടിയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ സ്ഥലമുണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ആരൊക്കെ പങ്കെടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് എഴുതണം. പടം കൂടുതലൊന്നും വരച്ചു വെക്കണമെന്നൊന്നുമില്ല. എങ്കിലും
ആ പടം അറിയാവുന്ന പടങ്ങളൊക്കെ വരയ്ക്കുകയുമാകാം. എന്നാൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരെണ്ണമല്ല. പിന്നെന്താണ്? ഒരു സന്ദേശം കൊടുക്കുകയാണ്. വൃക്ഷം നടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ വനവൽക്കരണത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ എഴുതണം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ എഴുതാം? പേട് ലഗായേം ജീവൻ ബച്ചായേം. എന്താണ്? വൃക്ഷം നട്ടാൽ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താം, ജീവൻ രക്ഷിക്കാം. വൃക്ഷം നടാം, ജീവൻ രക്ഷിക്കാം. അടുത്ത എന്താണ് പറയുന്നത്? അടുത്ത നമുക്ക് എന്ത് പറയാം? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നല്ല സന്ദേശങ്ങൾ നമുക്ക് പറയാം. നമുക്കടുത്തത് പേട് ലഗായേം ഹരിയാലിയിലായേം. നമുക്ക് പച്ചപ്പ് നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറെ എന്ത് പറയാം? പേട് ഹി ഹമാരേ സച്ചേ മിത്ര ഹേ. വൃക്ഷം നമ്മുടെ ശരിയായ മിത്രമാണ്, കൂട്ടുകാരനാണ്. നമുക്ക് വൃക്ഷത്തെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ അടുത്ത വേറെ എന്ത് പറയാം? പേട് മാനവ് കാ വരദാന ഹേ. വൃക്ഷം മനുഷ്യന്റെ ഒരു വരദാനമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ ചേർത്ത് നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. നമ്മൾ നല്ല രീതിയിലൊരു പോസ്റ്ററൊക്കെ ചെയ്തിട്ട് അതിന് ഒരു ബോർഡറൊക്കെ വരച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഗതിവിധി 5 ആണ്. നമുക്കറിയാവുന്ന ഒരു കഥയാണ്. കഹാനി കി ഘട്നാവോങ്കോ ക്രമബദ്ധ കരേം. ശരിയായ രൂപത്തിൽ എഴുതണം. ആദ്യം നടന്നത് എന്താണ് എന്നുള്ള തരത്തിൽ ക്രമമായി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 5 സെൻറ്റൻസുകളാണ്, പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. 5 പോയിന്റുകളും നമ്മൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് അതിലാദ്യത്തത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഭാലുവിനെ സന്തരേക്കോ ഭേങ്കുതിയ. കരടി ഈ ഓറഞ്ച് എറിഞ്ഞു. ദോനോ സന്തരേ കൂബ് ഹസേ. 2 സന്തരയും നന്നായി ചിരിച്ചു. ദോ സന്തരേ ഖൂമിനെ നികലെ. 2 ഓറഞ്ച് എന്താണ് ചുറ്റിക്കറങ്ങാനായി പുറപ്പെട്ടു. സന്തരേക്ക് രസസേ ആംഖോമേം ജലൻ ഹുയി. അതിൻ്റെ നീരുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ഭാലു സന്തരേക്കോ ഖാനേ വാലാത. ഭാലുവിന് സന്തര തിന്നണമായിരുന്നു. അപ്പം ഇവിടെ ഈ 5 എണ്ണത്തിൽ ആദ്യം നടന്നത് 3ാമത് കിടക്കുന്നതാണ്. നോക്കൂ. ദോ സന്തരേ ഖൂമിനെ നികലെ. 2 സന്തരെ എവിടെ പോയി? ചുറ്റിക്കറങ്ങാനായി പുറപ്പെട്ടു. 2ാമത് വരേണ്ടത് ഏതാണ്? ഏറ്റവും അവസാനം കിടക്കുന്നത് ഭാലു സന്തരേക്കോ ഖാനേ വാലാധ. അപ്പോൾ ഭാലു ഇതിനെ തിന്നാൻ ചെന്നു. അപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? തൊട്ട് മുകളിൽ കിടക്കുന്ന 4ാമത് കിടക്കുന്നതാണ് അടുത്തത്. സന്തരേക്ക് രസസേ ആംഖോമേം ജലൻ ഹുയി. അതിൻ്റെ നീരുകൊണ്ട് എന്ത് ചെയ്തു? ഈ കരടിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അടുത്തതോ ആദ്യം കിടക്കുന്നതാണ് 4ാമത് വരേണ്ടത്. ഭാലുവിനെ സന്തരേക്കോ ഭേങ്കുതിയ. കണ്ണ് നിറഞ്ഞപ്പോഴെന്ത് ചെയ്തു? എടുത്തെറിഞ്ഞു. അങ്ങനെ 5ാമത്തത് ലാസ്റ്റ് എന്താണ് വരേണ്ടത്? 2ാമത് കിടക്കുന്നത്. ദോനോം സന്തരയെ ഖൂബ് ഹസേ. 2 പേരും നന്നായി ചിരിച്ചു. അപ്പം ഇതാണ്. ഇനി അടുത്ത ഗതിവിധി നമുക്ക് സൂചന പറയുന്നതാണ്. ചിത്ര ദേഖേം ഔർ ഖാലിസ്ഥാൻ ഭരേം. അത് ചിത്രം കണ്ടിട്ട് കാലിയായി കിടക്കുന്ന സ്ഥലം നിറയ്ക്കാനാണ്, ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അതിൽ 1ാമത്തെ ഒരു ആനയുണ്ട്. 2ാമത്തെ കോളത്തിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. 3ാമത്തേനകത്ത് കാലിയായിട്ട് കിടക്കുന്നു. അടുത്ത കോളത്തിൽ ഹാത്തി എന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എത്ര ഹാത്തിയാണ്? ഏക്ക് ഹാത്തി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഏക്ക് എന്നാണ് വരേണ്ടത്. 2ാമത്തത് സിംഹമാണ്. അവിടെ എന്താ പറയുന്നത്? ഒഴിഞ്ഞു കിടക്കുന്നത് ദോയാണ്. ദോ ഷേർ. 3ാമത്തത് എന്താണ് കിടക്കുന്നത്? 3ാമത്തത് പശുക്കളാണ്. തീൻ ഗായേം. 4ാമത്തത് എന്താണ്? ഘോടയാണ്, കുതിരകളാണ്. അപ്പം 4ന് ചാർ ഘോടേ. 5ാമത്തത് എന്താണ്? തോത്തയാണ്, തത്തയാണ്. അപ്പോൾ 5 തോത്തേ. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഇതിലെ നമ്മൾ ആദ്യത്തത് നിർബന്ധമായി എഴുതുക. ബാക്കിയുള്ളതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി, ഒരഭിപ്രായമെങ്കിലും എഴുതണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.